കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം സണ്ണി പുതുശ്ശേരി പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. നേതൃത്വത്തിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാജി. തന്നോടൊപ്പം 50ഓളം പ്രവർത്തകരുണ്ടെന്നും RSPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും സണ്ണി പുതുശ്ശേരി പറഞ്ഞു. കോതമംഗലത്ത് നേരത്തെയും ഏതാനും നേതാക്കൾ പാർട്ടി വിട്ടിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗമായ സണ്ണി പുതുശ്ശേരി 42 വർഷത്തെ ബന്ധം ഉപേക്ഷിച്ചാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പുറത്തുവന്നത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, കോതമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ്, യൂത്ത് ഫ്രണ്ടിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പാർട്ടിയെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു. നയസമീപനങ്ങളും ശരിയല്ല. ഇക്കാരണങ്ങളാലാണ് പാർട്ടി വിടുന്നതെന്ന് സണ്ണി പുതുശ്ശേരി പറഞ്ഞു. 42 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി ഒരു പ്രതിഫലവും പറ്റാതെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോൾ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ഭാരവാഹികളുടെ തെറ്റായ പ്രവണതയും മറ്റുള്ള പാർട്ടിയിലേക്ക് ഈ പാർട്ടിയിൽ നിന്ന് മൊത്തം കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യവുമുള്ള സമയത്ത് ആ കൊഴിഞ്ഞു പോകുന്ന ആളുകളെ പിടിച്ചു നിർത്താനോ അവരെ പാർട്ടിയിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള യാതൊരു നടപടിയോ അതിനുള്ള ഒരു സാഹചര്യമോ ഇവിടെയുള്ള നേതൃത്വം ഒരുക്കുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാവിധ സ്ഥാനമാനങ്ങളും രാജിവെച്ചുകൊണ്ട് ഞാനൊരു പുതിയ സംവിധാനത്തിലേക്ക് മാറുവാൻ തീരുമാനിച്ചു. 50ഓളം പ്രവർത്തകർക്കൊപ്പം RSPയിൽ ചേരാനാണ് സണ്ണി പുതുശ്ശേരിയുടെ തീരുമാനം. സ്ഥാനമാനങ്ങൾ മോഹിച്ചല്ല RSPയിൽ ചേരുന്നത്. കേരളത്തിന്റെ വികസനത്തിന് UDF സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നോടൊപ്പം ഏതാണ്ട് 50ഓളം പ്രവർത്തകരുമുണ്ട്. ആ പോകുന്ന പ്രസ്ഥാനത്തിൽ യാതൊരു സ്ഥാനമാനങ്ങളും ഒന്നും ആഗ്രഹിക്കാതെ ഒരു രീതിയിൽ ഒരു സ്ഥാനവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് തിരിച്ചടിയാണ് സണ്ണി പുതുശ്ശേരിയുടെ രാജി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ടോമി ജോസഫ്, NC ചെറിയാൻ തുടങ്ങിയ നേതാക്കളും പാർട്ടി വിട്ടിരുന്നു. GTV ന്യൂസ്, കോതമംഗലം.